അങ്ങനെ ഇങ്ങനെയൊന്നും വന്ന് ഒരാളെയും സപ്പോർട്ട് ചെയ്യണ ഒരു ക്യാരക്ടറും എനിക്കില്ല. പക്ഷെ ദീപ്തി ടീച്ചർ അടിപൊളി. കല്യാണം നടന്നു, നമ്മളെല്ലാവരും വീഡിയോസ് ഒക്കെ കണ്ടു, വളരെ ഹാപ്പിയാണ്. കുറേ റിയാക്ഷൻ വീഡിയോസും അതുപോലെ ടീച്ചറുടെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഞാനത് വീണ്ടും വീണ്ടും എടുത്ത് കാണിക്കൊന്നുമില്ല, ഒരു റിപ്പീറ്റേഷൻ പരിപാടിയൊന്നുമില്ല. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ റാണി അക്ക. എന്തൊരു സ്ത്രീയാണ്. അതെല്ലാം പറയാ. ലൈക്ക്, കമൻസ്, ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം. ഞാനൊന്ന് നിർത്തി സംസാരിക്കട്ടെ. നിർത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ റാണി അക്കയെ പോലെ 2 പേജ് എസ് എഴുതാനുള്ള ടൈമൊന്നുമില്ല. എൻ്റെ പൊന്നു സ്ത്രീയെ, നിങ്ങൾക്ക് എന്തിൻ്റെ സൂക്കേടാണ്? കുറേ നാളായി നിങ്ങളുടെ കമൻറ്റ് പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത്. നിങ്ങൾക്ക് വേറെ ഒരു പരിപാടി ഇല്ലഞ്ഞിട്ടാണോ? എപ്പോഴെങ്കിലും നല്ല മര്യാദയ്ക്ക് വല്ലവരും താമസിക്കുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ദീപ്തി ടീച്ചറെ പോലെ ഇത്രയും സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു സ്ത്രീയെ തേടിപ്പിടിച്ച് ഇത്രമാത്രം കുനിഷ്ടും കുന്നായ്മയും കുശുമ്പ് എഴുതാനായിട്ട് നിങ്ങൾക്ക് വേറെ വല്ല തലയ്ക്ക് വട്ടാണോ എന്ന് ചോദിക്കാനാണ് എനിക്ക് ആദ്യം തോന്നിയത്. പിന്നെ അത് നമ്മൾ വട്ടമുള്ള ആളുകളെ പോലും അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യമായിരിക്കും. ഇത് വട്ടൊന്നല്ല, ഇത് നല്ല അടിയുടെ കുറവാണ്. എത്ര കേട്ടാലും നിങ്ങൾ പഠിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ എല്ലാവരുടെ കയ്യിൽ നിന്നും വയറ് നിറച്ച് കിട്ടിയതല്ലേ. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലാത്തതുകൊണ്ടാണോ? ഒരു പണിയില്ലെന്നുണ്ടല്ലോ, നമ്മൾ ഈ രാവിലെ ഒരു പണി ചെയ്യാം, അവിടെ വല്ല കുന്നുണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് കയറാം, എന്നിട്ട് അവിടെ നിന്ന് ഉരുണ്ട് താഴേക്ക് വീഴാം. ദീപ്തി ടീച്ചറുടെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം ആ ടീച്ചർ കടന്നുപോയ ജീവിത അനുഭവങ്ങൾ. കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആദ്യത്തെ ലൈഫിൽ. അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് ഇപ്പോൾ ഒരു നല്ല ലൈഫ് കിട്ടി. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആ ടീച്ചർ ഒരുപാട് പേർക്ക് ഒത്തിരി നന്മ ചെയ്തിട്ടുണ്ട്. ആ നന്മയുടെ ഒരു ഫലം അല്ലെങ്കിൽ എല്ലാവരുടെയും പ്രാർത്ഥന, അതൊക്കെ ആയിരിക്കും ഇത്രയും നല്ലൊരു ലൈഫ്. എനിക്കിപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറേ വീഡിയോസിൽ നിതീഷ് എന്ന് പറഞ്ഞ ആ ബ്രോനെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ നല്ലൊരു വ്യക്തിയായിട്ടാണ് നമ്മൾ വീഡിയോകളൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു ലൈഫ് കിട്ടി ഒരു വ്യക്തി ജീവിതത്തിൽ കുറേ പ്രതീക്ഷകളുമായി കല്യാണം കഴിഞ്ഞ് നിൽക്കുന്ന വീഡിയോയുടെ അടിയിൽ തന്നെ വന്നിട്ട് വേണോ ഈ വൃത്തികെട്ട സ്ത്രീയുടെ പൊങ്കാല? നിങ്ങളൊരു പണി ചെയ്യ്, നന്നായി ചോറ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇരുന്നങ്ങ് മാന്ത. അല്ലാതെ ഇതുപോലെ വാക്കുകൾ കടുത്തു പോലുള്ള ചേച്ചിയെ ഇങ്ങനെയൊന്നും അല്ലാട്ടോ നിങ്ങളോട് പറയേണ്ടത് ഇതുക്കും മേലെയാണ്. നിങ്ങൾ എന്ത് തെളിയിക്കാനാണ് ആ വീഡിയോയുടെ അടിയിൽ വന്ന്? നല്ലത് പറയാൻ പറ്റില്ലെങ്കിൽ ഒന്ന് മാറിക്ക്. നിങ്ങൾ നല്ലത് പറഞ്ഞ് അയ്യോ ദീപ്തി ടീച്ചർക്ക് നല്ലത് വരട്ടെ എന്ന് പറയണ്ട, മിണ്ടാതെ മാറി നിൽക്കാലോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കൂനിഷ്ടപ്പിടിച്ച ഈ മനസ്സിലെ വൃത്തികേട്ട ചിന്തകള് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് എവിടെങ്കിലും കൊണ്ടിട്. അല്ലാതെ ആ നല്ലൊരു ദിവസം തന്നെ വന്ന് നിങ്ങളുടെ ദൂഷിച്ച മനസ്സിലെ എല്ലാം അവിടെ വന്ന് ഛർദ്ദിക്കേണ്ട വല്ല അത്യാവശ്യം ഉണ്ടാവും? ഇതിനെയാണ് ഞങ്ങൾ പറയാ അസൂയ, കൂശുമ്പ്, കുനിസ്റ്റ്. സ്വന്തം ലൈഫിൽ ഒന്നും ഉണ്ടാവില്ല, അതാണ് നല്ലത്. മറ്റുള്ളവർ നല്ല രീതിയിൽ ലൈഫുമായി മുന്നോട്ട് പോകുമ്പോ ഇത്രയ്ക്കും കടി അണ്ണിക്കില്ലേ? ഇത്രയ്ക്കും നിങ്ങൾക്ക് കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇത്രമാത്രം ആളുകൾ നിങ്ങളെ കുറിച്ച് വളരെ സത്യസന്ധമായ കാര്യങ്ങളെ പറയണം. അതുകൊണ്ട് നമുക്ക് അവർ വളരെ മോശമായി പറഞ്ഞെന്ന് പറയില്ല. നിങ്ങളെ കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾ അവർ വിളിച്ചു പറയുന്നു. അപ്പോൾ അത് മനസ്സിൽ ഒരു പറഞ്ഞ് എല്ലാവരുടെ വക നല്ലത് കിട്ടി. കുറച്ച് ദിവസമായി ഇപ്പം മിണ്ടാതിരുന്നു. വീണ്ടും ചേച്ചിക്ക് കടി മുത്തുപ്പ വീണ്ടും ഇറങ്ങിയിരിക്കുക ഓരോ വീഡിയോയുടെ താഴെ കൊണാന്ന് പറഞ്ഞുകൊണ്ട്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ചേച്ചി റീച്ചാണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരും മാറിയിട്ട് അലക്കുമ്പോൾ ചേച്ചിക്കൊരു എൻജോയ്മെന്റ് ആണെന്ന് തോന്നുന്നു. എല്ലാവരും എന്നെ അറിയുന്നു, ഞാനാണ് റാണിയക്ക, എന്ത് കോപ്പ്. നിങ്ങളൊരു മനുഷ്യനായിട്ട് വല്ലവരും കൺസിഡർ ചെയ്യോ? ഈ ജാതിത്തെ മാടിത്തരം പോയി നല്ല മനുഷ്യന്മാരുടെ വീഡിയോയുടെ താഴെ അവര് ചെയ്യണ നന്മകൾ പോലെ നിങ്ങൾക്കൊരു തേങ്ങയും ഈ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരു വ്യക്തിക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ടീച്ചർക്ക് പറ്റുന്നുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും പറ്റുന്നുണ്ടോ? അവരിലൊരു നന്മ തന്നെയുണ്ട്. അല്ലാതെ നിങ്ങളെ പോലെ എന്ത് കണ്ടാലും അതിന് കൂന്നായ്മയും കൂനിഷ്ടും മാത്രം പറയാൻ വേണ്ടി ഓരോ ജന്മങ്ങൾ കെട്ടിയെടുക്കും. ഒരു കാര്യം സമ്മതിക്കാണ്ട് വയ്യാട്ടോ, റാണിയക്ക എന്ന് പറയുന്ന ഈ സ്പെസിമെനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. വേറെ ആരാണെങ്കിലും ഒരു 10 വട്ടം കേൾക്കുമ്പോൾ ഒരു ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാണം ഉണ്ടെങ്കിൽ വീണ്ടും ഇതിങ്ങനെ കിട്ടാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും തരുമോ എന്നും ചോദിച്ചുകൊണ്ട് ഓരോ വീഡിയോയുടെ താഴെ പോയി ഇതുപോലെയുള്ള ഈ ജാതി ചെറ്റത്തരങ്ങൾ എഴുതിയിട്ടില്ല.
ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് റാണിക്കുകളെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ളൂ. ഇനി റാണിക്കയുടെ റെസ്പോൺസ് അനുസരിച്ചിട്ടായിരിക്കും. ആ ദീപ്തി ടീച്ചറൊക്കെ ഒരു പാവമായിപ്പോയി, നല്ല മര്യാദയ്ക്ക് സംസാരിക്കണ ഒരു വ്യക്തിയായിപ്പോയി. അതുകൊണ്ടല്ലേ അതുപോലെയുള്ള നല്ല ആളുകളെ തന്നെ തെരഞ്ഞു പിടിച്ച് ആ പാവത്തിന്റെ ഒക്കെ വീഡിയോയുടെ താഴെ പോയിട്ട് എന്റെ പൊന്ന് സ്ത്രീയെ കുറച്ച് പണിയെടുത്ത് കുറച്ച് ക്യാഷ് ഉണ്ടാക്കി ആ ദീപ്തി ടീച്ചർ ചെയ്യണതിന്റെ 0. എത്ര 0 വേണമെങ്കിലും ഇട്ടോ, അത്ര പെർസെൻറ്റേജ് അതായത് വളരെ നിസ്സാരം ഒരു നന്മ ഒരു വ്യക്തിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ചെയ്യാൻ കഴിയത്തില്ല എന്ന് വല്ലവരും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുക. നല്ല കഴിവാണ്. ഞാൻ നോക്കിയിട്ട് ഇതുപോലൊരു സ്പെസിമെൻ ഇനി വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും നാണോ മാനില്ലാത്തൊരു ജന്മം. അങ്ങനെ തന്നെ പറഞ്ഞാലേ ശരിയാവത്തുള്ളൂ. ഇപ്പൊ പറയുന്നത് അക്കയ്ക്കെതിരെ ആര് വീഡിയോ ഇട്ടാലും അവരുടെ വീഡിയോയുടെ താഴത്ത് വന്ന് അവരെ തല്ലും കൊല്ലും, വെട്ടി വരും, വെട്ടി കയറും, അങ്ങനെ എന്ത് തേങ്ങ മാങ്ങ വന്നാലും പേടിക്കുന്ന ആളുകളുണ്ടായിരിക്കും. പിന്നെ അക്കൊരു കാര്യമുണ്ട്, എല്ലാവരും ഞാൻ എന്തൊക്കെ തെറി വിളിച്ചാലും എല്ലാവരും വളരെ മാന്യമായിട്ടാണ് എനിക്ക് മറുപടി തരത്തുള്ളൂ. കാരണം നമ്മളൊക്കെ മാന്യമായിട്ടാണ് ജനിച്ച് വളർന്ന് നല്ല സംസ്കാരത്തിൽ ജീവിക്കുന്ന കാരണം അക്കയുടെ സ്റ്റാൻഡേർഡിലേക്ക് താഴാൻ പറ്റാത്ത കാരണം ഇതൊക്കെ നമ്മളുണ്ടല്ലോ. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അക്കയുടെ ലെവലിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് മറുപടി തരാൻ പറ്റത്തില്ല. പക്ഷേ ഈ ലെവലിൽ പറഞ്ഞാലും അക്കയ്ക്ക് കൊള്ളുന്ന നമുക്ക് 100% ഉറപ്പുണ്ട്. ഇജാതി ജന്മങ്ങളെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ശരിക്കും പറയാൻ ഇഗ്നോർ ചെയ്യാൻ വേണ്ടത്. എന്നാലും ദീപ്തി ടീച്ചർക്ക് വേണ്ടി ഇത്രയും നല്ലൊരു ദിവസത്തില് നല്ല അതായത് ടീച്ചറുടെ കല്യാണം നടന്നപ്പോൾ തന്നെ ഇതുപോലൊരു സാധനം വന്ന് ഇജാതി കമന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 വാക്ക് പറയണം. അല്ലെങ്കിൽ നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളുടെ എല്ലാ കമന്റ്സും ഈ തള്ളയല്ല റാണി അക്കയ്ക്ക് നന്നായി അങ്ങോട്ട് ചോറിയട്ടെ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ എല്ലാ കമന്റ്സും ആ അക്കയ്ക്ക് വേണ്ടി അങ്ങോട്ട് പോരിച്ചടക്കി നമ്മുടെ വീഡിയോയുടെ താഴെ ഇങ്ങോട്ട് വരണം. ഇതിന് 1ഉം 2ഉം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതിനെ പറയേണ്ട പോലെ തന്നെ പറയണം. ദീപ്തി ടീച്ചറോട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഐഡിയും കാര്യങ്ങളും വെച്ച് നല്ല അടിപൊളിയായിട്ട് കേസൊന്നും കൊടുത്തിട്ട് നമ്മുടെ നാട്ടിൽ ഒരു കാര്യമില്ല. ഇങ്ങോട്ട് പറയുമ്പോൾ അയ്യോ ദീപ്തി ടീച്ചറോട് നമുക്ക് പറയാനും പറ്റത്തില്ലല്ലോ, അങ്ങോട്ട് നന്നായി കൊടുക്കാനായിട്ട് കൊടുത്തിട്ടും കാര്യമില്ല. ഇതിനെ നമുക്ക് എങ്ങനെ ശരിയാക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത്രമാത്രം റിയാക്ഷൻ വീഡിയോസ്, അത്രമാത്രം പ്രേക്ഷക കമന്റ്സ് ഈ വൃത്തികെട്ട സ്ത്രീക്കെതിരെ ഞാൻ കണ്ടായിരുന്നു. എന്തു പറയാനാ, ചില ജന്മങ്ങൾ ഇങ്ങനെയാണ്, എന്ത് പറഞ്ഞാലും നന്നാവത്തില്ല. ഇച്ചിരിയെങ്കിലും നന്നാവണമെങ്കിൽ തലയ്ക്കകത്ത് എന്തെങ്കിലും വേണം. അതില്ലാത്തതുകൊണ്ട് തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി നല്ല ചൂട്ടാടിയുടെ കുറവാണ്. ഇതുപോലെയുള്ള കേസ് കെട്ടയിലേക്ക് അങ്ങോട്ട് വിട്ട് കളഞ്ഞ് ദീപ്തി ടീച്ചർ ചെയ്യുന്ന നല്ല നല്ല നമുക്കറിയാം എന്തുമാത്രം നന്മയാണ് ഓരോരുത്തർക്ക് ചെയ്യുന്നത്. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. വളരെയധികം നമുക്ക് ആരാധന തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ഒരു റെസ്പെക്ട് തോന്നുന്ന ഒരു വ്യക്തി തന്നെയാണ് ആ ടീച്ചർ. അപ്പൊ ആ ടീച്ചർ ചെയ്യുന്ന നന്മയ്ക്ക് കിട്ടിയ ഒരു നല്ല ഒരു പ്രതിഫലം തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലൈഫ്. അടിപൊളിയായിട്ട് നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകട്ടെ. ഇതുപോലെയുള്ള ഒരു കേസുകെട്ടുകളെയും അതിന്റെ മുമ്പിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ വാക്കുകൾ ചേർക്കണമെന്നുണ്ട്. പക്ഷെ തൽക്കാലം നമുക്ക് അടുത്ത വീഡിയോയുമായി വരേണ്ടി വരുമോ എന്നുണ്ടെങ്കിൽ ആ വാക്കുകളൊക്കെ ചേർത്ത് തന്നെ ആയിരിക്കും അക്കൊക്കെ എൻ്റെ വക മറുപടി. പിന്നെ അക്ക മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കുന്ന ഓലപ്പടക്കൊന്നും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ നന്നായിട്ട് ഞാൻ മാറ്റിത്തരും, അതിനൊരു സംശയമേ ഇരിക്കണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് എനിക്ക് വല്ല മറുപടി ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒരിക്കൽ കൂടി സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ്സ് എല്ലാം നമ്മുടെ ദീപ്തി ടീച്ചർക്ക് വേണ്ടിയിട്ടായിരിക്കട്ടെ ഇന്നത്തെ ലൈക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. എല്ലാവർക്കും ടാറ്റാ ബൈ.